ഹലോ! അപ്പം നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? നല്ല ചപ്പാത്തിക്ക് പറ്റിയ നല്ല അടിപൊളി കറിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ? സബോള വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം, പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സബോള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി തന്നെ അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കണം. ഞാൻ അതിലേക്ക് ചേർക്കണ പൊട്ടറ്റോവും അതുപോലെ തന്നെ സോയ ചങ്ക്സും ഒന്ന് ഫ്രൈ ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിടുകയാണെങ്കിൽ ഈ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. എരിവ് ആവശ്യമുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് പശുവിൻ പാൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യാം. ഗ്രേവിക്കനുസരിച്ച് പാൽ കുറച്ച് കൂട്ടിയാലും അതുപോലെ തന്നെ കുറച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ചപ്പാത്തിക്കൊപ്പം ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി മാത്രമല്ല. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡിൽ കുറച്ച് മയോണൈസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി സ്നാക്സ് ബോക്സ് റെസിപ്പി കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ പറയാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.